Module 2 Types of Inventory Control Part 1. അപ്പോൾ ഇതിൽ ഇൻവെൻറ്ററി കൺട്രോളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇൻവെൻറ്ററി എന്താണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവെൻറ്ററി മീൻസ് ദ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഓർ ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഗുഡ്സിനെയാണ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ഇൻവെൻറ്ററി ഇസ് കോമൺലി ദ ഫിനിഷ്ഡ് ഗുഡ്സ് ആറ്റ് എ കമ്പനി അക്യുമുലേറ്റ്സ് ബിഫോർ സെല്ലിംഗ് ദം ടു എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സിലേക്ക് എത്തിക്കുന്നതിന് മുൻപുള്ള ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് ഇൻവെൻറ്ററി എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. അതായത് ഫൈനൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഗുഡ്സ്, പക്ഷേ ഫൈനൽ കൺസംഷൻ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ദെൻ ഇൻവെൻറ്ററിയിൽ മെയിനായിട്ട് 3 ടേംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. മെറ്റീരിയൽ സ്റ്റോർഡ് ഇൻ വെയർഹൗസസ്, ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ. അപ്പോൾ റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഈ 3 കാര്യങ്ങളാണ് ഇൻവെൻറ്ററി എന്ന ടേമിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം വുഡ് ടു മേക്ക് എ ഷെൽഫ്. ഒരു ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ കുറച്ച് വുഡ് ഉണ്ട്, അതായത് മരത്തിൻ്റെ തടികളുണ്ട്. അതിനെയാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വുഡാണ്, ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത് ഷെൽഫാണ്. അപ്പോൾ റോ മെറ്റീരിയൽസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഒരു ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് വുഡ്സ്, മരക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ മരത്തടി, അതിനെ റോ മെറ്റീരിയൽ എന്ന് പറയാം. വർക്ക് ഇൻ പ്രോഗ്രസ്സിന് എക്സാമ്പിളായിട്ട് നമ്മൾക്ക് പറയാം വർക്ക് ഇൻ പ്രോഗ്രസ് സച്ച് ആസ് അൺഫിനിഷ്ഡ് കേക്ക് ഇൻ എ ഫുഡ് മാനുഫാക്ചറിങ് ബിസിനസ്. ഒരു ഫുഡ് മാനുഫാക്ചറിങ് ബിസിനസ്സിൽ അൺഫിനിഷ്ഡ് ആയിട്ടിരിക്കുന്ന കേക്ക്, ഇപ്പോൾ ഒരു ഫൈനൽ കേക്ക് എന്ന് പറയുന്നത് ക്രീമൊക്കെ തേച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ളൊരു ഫോമാണ് അതിൻ്റെ ഫൈനൽ എന്നുണ്ടെങ്കിൽ, അതൊന്നും ചെയ്യാതെ ജസ്റ്റ് കേക്ക് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് പറയുന്നത്. ഇൻ പ്രോഗ്രസ് ആണ്, അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് സച്ച് ആസ് എ ഷെൽഫ് യു ഹാവ് ഫിനിഷ്ഡ് മേക്കിംഗ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റോ മെറ്റീരിയൽ, ഒരു ഷെൽഫ് ഉണ്ടാക്കുക എന്നുള്ളത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, അതിൻ്റെ റോ മെറ്റീരിയൽ വുഡാണെന്ന് പറഞ്ഞു. അവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞു, ഷെൽഫാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിന് എക്സാമ്പിളായിട്ട് എന്ത് പറയാം, ഷെൽഫ് ദാറ്റ് ഹാവ് ഫിനിഷ്ഡ് മേക്കിംഗ്, അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു, ഒരു ഷെൽഫായിട്ട് പൂർണ്ണ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയാൻ സാധിക്കുന്നത്. ദെൻ ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെൻറ്ററി. ഇൻവെൻറ്ററിയുടെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡയറക്റ്റ് ഇൻവെൻറ്ററി, നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററി. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഇൻവെൻറ്ററിക്ക് ഉള്ളത്. ഫസ്റ്റ് ആണ് ഡയറക്റ്റ് ഇൻവെൻറ്ററി. There are inventories that are integral part of finished goods. ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് എന്ത് വേണം, മെയിനായിട്ട് ഇൻവെൻറ്ററീസ് വേണം, അല്ലെങ്കിൽ എന്താണ് റോ മെറ്റീരിയൽസ്, സ്റ്റോക്ക്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇൻവെൻറ്ററീസ് ആണ് ഒരു ഫിനിഷ്ഡ് ഗുഡിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്. സോ ബേസിക്കലി any physical component which is a part of final goods comes under the classification of direct inventory. അപ്പോൾ ഒരു ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ കമ്പോണൻസ് നമ്മളതിൽ യൂസ് ചെയ്യുന്നുണ്ടോ, അതിനെയെല്ലാം നമ്മൾ ഡയറക്റ്റ് ഇൻവെൻറ്ററിയുടെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്റ്റ് ഇൻവെൻറ്ററീസ് ആർ. ഡയറക്റ്റ് ഇൻവെൻറ്ററീസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് റോ മെറ്റീരിയൽസ്. ദെൻ നെക്സ്റ്റ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് നേരത്തെ പറഞ്ഞ വർക്ക് ഇൻ പ്രോഗ്രസ്, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇൻവെൻറ്ററീസിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് പെടുന്നതെന്ന്. അതിലും നമ്മൾ പറഞ്ഞത് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡയറക്റ്റ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ഇൻവെൻറ്ററി തന്നെയാണ്. അതായത് ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു അതിനെയൊക്കെ ഇൻവെൻറ്ററി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഇൻവെൻറ്ററിയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫസ്റ്റ് ഐറ്റം റോ മെറ്റീരിയൽസ്. There are goods which are to be used in a manufacturing process to produce final goods. They are goods in their raw material അല്ലെങ്കിൽ raw or natural form.
നാച്ചുറൽ ഫോമിൽ അല്ലെങ്കിൽ റോ ഫോമിൽ ഇരിക്കുന്ന ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിൽ ഒരു പ്രോസസ്സുകളും നടന്നിട്ടില്ല, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സുകളും അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു കമ്പോണൻ്റാണ് റോ മെറ്റീരിയൽസ്. ദെൻ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഷുഗർ കെയിൻ ഇസ് ദ റോ മെറ്റീരിയൽ ഇൻ ഷുഗർ മാനുഫാക്ചറിങ് ഫാക്ടറി, റബ്ബർ ഇസ് റോ മെറ്റീരിയൽ ഇൻ ടയർ ഫാക്ടറി. അപ്പോൾ ഷുഗർ കെയിൻ അതായത് കരിമ്പ്, ഷുഗർ ഏതിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ഗ്രാനുവലേറ്റഡ് ഷുഗർ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? കരിമ്പിൽ നിന്നാണ്. അപ്പോൾ കരിമ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു റോ മെറ്റീരിയലാണ്, അതിൻ്റെ പ്രോസസ്സൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് കരിമ്പ്. അപ്പോൾ കരിമ്പ് എന്ന് പറയുന്നത് റോ മെറ്റീരിയലാണ്, അതിൻ്റെ ഫിനിഷ്ഡ് ഗുഡാണ് ഷുഗർ. അതുപോലെ തന്നെ ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനി, ഒരു കാറിൻ്റെ ടയറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ റോ മെറ്റീരിയൽ എന്താണ്? റബ്ബർ വെച്ചാണ് ടയർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് റബ്ബർ ആയിരിക്കും. ഓക്കെ. ദെൻ ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഇസ് ഓൾവേസ് കെപ്റ്റ് ഡു ദാറ്റ് പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് അൺഇൻറ്ററപ്റ്റഡ്. അപ്പോൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഏതൊരു മാനുഫാക്ചറിങ് കമ്പനിയിലും അതിൻ്റെ റോ മെറ്റീരിയൽസ് മസ്റ്റായിട്ടും കീപ്പ് ചെയ്തിരിക്കണം. കാരണം ആ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാതെ, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സ് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ആ പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും അതിനാവശ്യമായ റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓൾസോ ബൈയിങ് റോ മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് പ്രൊവൈഡ്സ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. അപ്പോൾ റോ മെറ്റീരിയൽസ് കുറച്ച് കൂടുതൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എന്താണ്, ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് എമൗണ്ട് കുറവായിരിക്കും അല്ലേ, കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യുന്നത് നമ്മളുടെ എന്താണ്, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. എക്കണോമിക് എന്ന് പറയുന്നത് എക്കണോമിക്കലി ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുക എന്നാണ്. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ റോ മെറ്റീരിയൽസിനെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് ഇങ്ങനെ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഒക്കെ ഒരുമിച്ച് വരുന്നത് കൊണ്ട് കുറച്ച് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ കോസ്റ്റ് കുറഞ്ഞ് കിട്ടാനും ചാൻസ് ഉണ്ട്. ബട്ട് വൺ ഹാസ് ടു ബി കെയർഫുൾ അബൌട്ട് ദ ക്യാരിയിങ് കോസ്റ്റ് ആസ് വെൽ. അപ്പോൾ ഇങ്ങനെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റും കൂടെ നോക്കിയിട്ടായിരിക്കണം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത്. ബൾക്കായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് ഒരുമിച്ചായിരിക്കും വരിക. അപ്പോൾ മാക്സിമം ഐറ്റംസ് ഒരുമിച്ച് ബൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രാവശ്യത്തെ ട്രാവലിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റിൻ്റെ കാര്യം കൂടി ഒരു ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിൽ വെച്ചേക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് ഇൻ പ്രോഗ്രസ്. ആസ് ദ നെയിം സജസ്റ്റ്, they are not 100% completed. Some further work has to be done before they can be sold. അപ്പോൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വർക്ക് ഇൻ പ്രോഗ്രസ്. ഇൻ പ്രോഗ്രസ്സിലാണ്, അതിൻ്റെ ഫിനിഷ്ഡ് രൂപത്തിലേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 100% കംപ്ലീറ്റ് അല്ലാത്ത പ്രൊഡക്ട്സിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ അത് സെയിൽ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ദെൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ എ ടോയ് ഫാക്ടറി, ടോയ്സ് ദാറ്റ് ആർ മോൾഡഡ് ബട്ട് സ്റ്റിൽ ഹാവ് ടു ബി പെയിൻറ്റഡ് വിൽ ബി സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഒരു ടോയ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവിടെ ടോയ്സിന് മേക്ക് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അതിനെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഫുള്ളി പെയിൻറ്റ് ചെയ്തൊരു ടോയ് ആണ്. ഇവിടെ ടോയ് മേക്കിംഗ് കഴിഞ്ഞു, പക്ഷേ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള രീതിയിൽ ഫിനിഷ്ഡ് ആയിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിനിഷ്ഡ് ഗുഡ്സ്. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. സെയിൽ ചെയ്യാവുന്ന രീതിയിൽ എല്ലാ അതിൻ്റെ പ്രോസസ്സുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഗുഡ്സിനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദിസ് ആർ ഫുള്ളി കംപ്ലീറ്റഡ് ഗുഡ്സ് റെഡി ഫോർ സെയിൽ ബട്ട് ആർ നോട്ട് യെറ്റ് സോൾഡ്. സെയിൽ ചെയ്തിട്ടില്ല, സെയിൽ ചെയ്യാനായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള രീതിയിൽ അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ സെയിൽ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾക്ക് പറയാം കാർഡ്സ്, ക്ലോത്ത്സ്, ഫുഡ്, ഫർണിച്ചർ എക്സെട്ര.
അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഫിനിഷ്ഡ് ഗുഡ്സ് കാറുകൾ, അതുപോലെ ക്ലോത്തുകൾ, ഫുഡ് ഐറ്റംസ്, ഫർണിച്ചർ, ഇതൊക്കെ ഫിനിഷ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ആണ് സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ്. Indirect inventories comprises of stock items that are necessary for the manufacturing of goods but are not a direct component of such goods. അപ്പോൾ ഇൻഡയറക്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസിനെയാണ് അല്ലെങ്കിൽ കമ്പോണൻസിനെയാണ് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. They are ancillary goods, which means we cannot assign them to a specific unit of the final goods. അപ്പോൾ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ അത് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ അത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള കാര്യം അതിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതായത് അത് ഇത്രയും യൂണിറ്റ്സ് നമ്മൾ അതിലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം സ്പെസിഫിക് ആയിട്ട് അതിൽ കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ഗുഡ്സാണ് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ്. Then such indirect inventories can be from the manufacturing process or even the selling, distribution or administrative processes. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിന്നാവാം, അതുപോലെ തന്നെ സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റംസ് ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡക്റ്റിൻ്റെ കമ്പോണൻറ്റിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻസിൽ യൂസ് ചെയ്യുന്നതല്ല. ഓക്കെ, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് അത് സെൽ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഉള്ളിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ആ ഒരു കമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് MRO ഇൻവെൻറ്ററീസ്, മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ് which are used in the production process but not become a part of the production, called MRO items, and their stocking is called MRO inventories. അപ്പോൾ MRO ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററി ആണ്. ഇവിടെ വരുന്നത് മെയിൻ്റനൻസ്, അതായത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടൈമിൽ വല്ല മെഷീനോ കംപ്ലൈൻറ്റ് വരികയാണെങ്കിലോ അങ്ങനെയുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മെഷീൻ്റെ റിപ്പയറിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സപ്ലൈസ്, അത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ്, ഇപ്പോൾ ഓയിൽ, അങ്ങനെയുള്ള ഐറ്റംസ്, മെഷീൻ വർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽ, അതുപോലെയുള്ള ഐറ്റംസ്. പക്ഷേ അത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൊഡക്റ്റിൽ അതൊരു പാർട്ടാവുന്നില്ല, അല്ലേ? ഇപ്പോൾ ഒരു കേക്ക് മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ പലതരം മെഷീനുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ മെഷീനുകളിൽ യൂസ് ചെയ്യുന്ന ഓയിൽ, അതുപോലെ ആ മെഷീൻ മെയിൻ്റനൻസിന് ഉള്ള എമൗണ്ട്, അല്ലെങ്കിൽ മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ പ്രൊഡക്റ്റ്, അതായത് ആ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നതല്ല. ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൽ അല്ലെങ്കിൽ ആ കേക്കിൽ ആ ഒരു ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് MRO ഐറ്റംസ് എന്ന് പറയുന്നത്. ഈ MRO ഐറ്റംസ് സ്റ്റോക്ക് ചെയ്യുന്നതിനെയാണ് MRO ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ, പെട്രോൾ ഓർ ലൂബ്രിക്കൻസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആർ ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ, ഓയിൽ, അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ് ആണ്. ആൻഡ് ഓഫീസ് സപ്ലൈസ് യൂസ്ഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ fall under the category of indirect inventories. ഓഫീസ് സപ്ലൈസ്, ഓഫീസിലെ ഐറ്റംസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ്, കാര്യങ്ങൾ ഒക്കെ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, പക്ഷേ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന ഐറ്റംസൊക്കെ. അപ്പോൾ ഇൻവെൻറ്ററി കൺട്രോളിൽ ഇൻവെൻറ്ററിയും അതുപോലെ തന്നെ മെയിൻ 2 ടൈപ്സ് ഓഫ് ഇൻവെൻറ്ററിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.